റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ മിഅത്ത സ്വലാത്തിൻ ഹീന യുസല്ലി സുബ്ഹ ഖബ്ല അൻ യതകല്ലമ, സുബഹി നിസ്കരിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരു 100 പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയാൽ ഖലല്ലാഹു ലഹു മിഅത്ത ഹാജ, 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുന്നതാണ്. അജ്ജല ലഹു മിൻഹാ 30 ഹാജതൻ വഅഖറ ലഹു 70. 70 കാര്യങ്ങൾ അല്ലാഹു തആല 100 അനുഗ്രഹങ്ങൾ തരും. അതിൽ 30 കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങളാണ്. ഇവിടുത്തെ രോഗമാണ്, ഇവിടുത്തെ കച്ചവടത്തിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, രോഗത്തിൽ നിന്നുള്ള ശമനമാണ്, പ്രതിസന്ധികളിൽ നിന്നുള്ള പരിഹാരമാണ്, ഏതേത് വിഷമങ്ങളാണ്, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യും. വഅഖറ ലഹു 70, 70 കാര്യങ്ങൾ പരലോകത്തേക്കുള്ള രക്ഷക്കാണ്. വഫിൽ മഗ്രിബി മിസ്ല ദാലിക, മഗ്രിബിന്റെ സമയത്തും നിങ്ങൾ അങ്ങനെ ചെയ്തോ, നിസ്കാരം കഴിഞ്ഞിട്ടൊരു 100 പ്രാവശ്യം. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, കൈഫസ്വലാത്തു അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അപ്പോൾ സ്വലാത്തു ചൊല്ലേണ്ടത്? അപ്പൊ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം അവിടുത്തെ ജലാഉൽ ഇഫ്ഹാമിൽ എഴുതുന്നുണ്ട്. ഹാഫിദ് അബൂ മൂസൽ മദീനി അവിടുന്ന് ബിസനദിൻ ഹസനിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളപ്പോൾ സുബഹി കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ചൊല്ലേണ്ടത് എന്താണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. ഈ ആയത്ത് ഓതിയിട്ട് പിന്നെ ചൊല്ലാനുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ലളിതമായി ചെയ്യാൻ പറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിത്യമായി നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു ആയത്തും ഒരു വാചകവും. കാരണം എന്താണ്? അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ. ആ ആയത്തിനോട് ചേർന്ന് നമ്മൾ പറയാണ് ഫസല്ലി അലൈഹി, അല്ലാഹുവേ നീ ആ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യണേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാരമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. മുൻഗാമികളായ ആളുകൾ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹത്വ